ഗണിതശാസ്ത്രത്തില് ഇന്ന് നമുക്ക് സംഖ്യകളെ കുറിച്ച് കൂടുതലായിട്ട് പഠിക്കാം. നിസർഗ സംഖ്യകൾ അഥവാ നാച്ചുറൽ നമ്പേഴ്സ്. അവയില് ഗുണിതം എന്ന ആശയം, സാധാരണ ഗുണിതം, ലഘുത്തമ സാധാരണ ഗുണിതം. Which are the English terms? Multiple, common multiple, and least common multiple. Or LCM. ഇത് മൂന്ന് കാര്യങ്ങളാണ് നമുക്ക് ആദ്യം നോക്കാം. എന്താണ് what do you mean by multiple of a number? ഗുണനപ്പട്ടികയിൽ രണ്ടിന്റെ ഗുണനപ്പട്ടിക എന്തൊക്കെയാണുള്ളത്? രണ്ട്, ഒരു രണ്ട് രണ്ട്, 2 ones are 2, 2 twos are 4, 2 threes are 6, 2 threes are 6, 2 fours 8, 2 fives 10, 12, 14, 16 ഇങ്ങനെ പോകുന്ന സംഖ്യകൾ. We call these numbers even numbers. So all even numbers are multiples of 2. ഇരട്ട സംഖ്യകൾ. So natural numbers are of two types which are divisible by 2. They are even numbers, and which are not divisible by 2. They are odd numbers. So all natural numbers are of two types, even numbers and odd numbers. ഒറ്റ സംഖ്യകളും ഇരട്ട സംഖ്യകളും. And all even numbers end in 2, 4, 6, 8 or 0. 2, 4, 6, 8 അല്ലെങ്കിൽ 0യിൽ അവസാനിക്കുന്ന സംഖ്യകളാണ് ഇരട്ട സംഖ്യകൾ. അവയെല്ലാം 2 കൊണ്ട് നിശേഷം ഹരിക്കാം. They are all divisible by 2. Now, what is the divisibility test for 3? Take the multiples of 3. 3ന്റെ ഗുണനങ്ങൾ പരിശോധിക്കുക. 3, 6, 9, 3 3s 9, 12, 15, 18, 21, 24, 27. Also, these are the multiples of 3. Now, 3, 6, 9. ഈ ചെറിയ സംഖ്യകളൊക്കെ നമുക്ക് 3ന്റെ മൾട്ടിപ്പിൾ ആണെന്ന് കണ്ടാൽ അറിയാം. നമ്മൾ 30 വരെ പഠിച്ചിട്ടുണ്ട്. അപ്പൊ അത് ഏതൊന്നാലും നമുക്ക് മൾട്ടിപ്പിൾസ് ഓഫ് 9 ആണെന്ന് നമ്മുടെ ബൈഹാർട്ടായിട്ട് പഠിച്ചിട്ടുണ്ട്. ഈ ഒരു വലിയ സംഖ്യ വന്നാൽ എങ്ങനെയാണ് 3യുടെ മൾട്ടിപ്പിൾ ആണെന്ന് അറിയുന്നത്? അതിനുവേണ്ടി ഇതിനെ നോക്കുക. ഇതിന്റെ 2 അക്കമുള്ള സംഖ്യകളുടെ ഡിജിറ്റ്സ് കൂട്ടി നോക്കിയേ. 2 1 3, 5 1 6, 8 1 9, 2 1 3, 4 2 6, 7 2 9. ഡിജിറ്റ്സ് കൂട്ടിയാൽ അത് മൾട്ടിപ്പിൾ ഓഫ് 3 ആയിരിക്കും. 3ന്റെ മൾട്ടിപ്പിൾ തന്നെ അവിടെയും കിട്ടുള്ളൂ. വലിയൊരു സംഖ്യ എഴുതി നോക്കാം. 81. You have to check whether it is divisible by 3. Add the digits. 8 plus 1. 8 plus 1 is equal to 9. It is a multiple of 3. 9 is a multiple of 3. So 81 is divisible by 3. Completely divisible. പൂർണ്ണമായിട്ട് ഹരിക്കും. ശിഷ്ടം വരത്തില്ല. Divisibility ടെസ്റ്റ് ഞാൻ ശിഷ്ടം വരാതെ 0. What will be the remainder? Remainder will be 0. 81 divided by 3. You will get a 0 as remainder. 3 2s 6. Remainder 2. Bring down 1. 3 sevens are 21.
remainder 0. So 81 is a multiple of 3. അപ്പൊ 3ന്റെ divisibility test എന്താണ്? Check whether the sum of the digits is a multiple of 3. സംഖ്യയിലെ അക്കങ്ങളുടെ തുക എടുത്തിട്ട് അത് 3ന്റെ ഗുണനപ്പട്ടികയിൽ വരുന്നുണ്ടോ എന്ന് നോക്കുക. അത്രേ ഉള്ളൂ. സിമ്പിൾ. Now, what is the divisibility test for 4? 4, 8, 12. We can see the multiples of 4, 16, 20, 24, 100, വലിയ സംഖ്യ എഴുതി 100, 104, 108. അപ്പൊ വലിയ വലിയ സംഖ്യകൾക്ക് നമുക്ക് ഡൗട്ട് വരുള്ളൂ. ഇനി ഓൾ നമ്പേഴ്സ് ആർ ഡിവിസിബിൾ ബൈ 2. എല്ലാം ഈവൻ നമ്പേഴ്സ് ആണ്. അപ്പൊ ഈവൻ നമ്പർ ആണെങ്കിൽ 4 കൊണ്ട് ഹരിക്കാൻ പറ്റുള്ളൂ. 2നെ ഹരിക്കാവുന്ന എല്ലാ സംഖ്യകളെയും 4 കൊണ്ട് ഹരിക്കാൻ പറ്റുകയില്ല. അതിന്റെ ഇടയ്ക്ക് 6 ഉണ്ട്, ഇതിന് പുറകെ 2 ഉണ്ട്. അപ്പൊ അതിന്റെ ഓൾട്ടർനേറ്റ് ആയിട്ടേ വരുള്ളൂ. അപ്പൊ ഇത് ഡിവിസിബിലിറ്റി ടെസ്റ്റ് അപ്ലൈ ചെയ്യണമെങ്കിൽ 4ന്റെ ഗുണനപ്പട്ടിക 96 വരെ, 24, 4, 96 അത്രയും വരെയെങ്കിലും നിങ്ങൾ പഠിച്ചിരിക്കണം. കാരണം അവസാനത്തെ 2 ഡിജിറ്റ്സ് മൊത്തം എടുത്താണ് നമ്മൾ നോക്കുന്നത്. ലാസ്റ്റ് 2 ഡിജിറ്റ്സ് 4ന്റെ മൾട്ടിപ്പിൾ ആണെന്ന് നോക്കണം. അപ്പൊ വലിയ സംഖ്യകളിൽ ഈ പരീക്ഷണം ചെയ്ത് നോക്കണമെങ്കിൽ എത്ര വരെയുള്ള ഗുണനപ്പട്ടിക നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം? 96 വരെ. അപ്പൊ അതായത് 24 ഗുണം 4, 96. അത്രയും വരെയെങ്കിലും അതിനെങ്കിൽ ഈ ടെസ്റ്റ് ചെയ്ത് നോക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ വലിയ സംഖ്യകളുടെ പറ്റത്തില്ല. അപ്പം യൂണിറ്റ് പ്ലേസും 10th പ്ലേസും ഒരുമിച്ച് കൺസിഡർ ചെയ്യണം. അതായത് 2 അക്കം കൺസിഡർ ചെയ്യണം. 2 അക്കം മൊത്തം കൺസിഡർ ചെയ്ത് അത് ഇതിന്റെ മൾട്ടിപ്പിൾ ആണെങ്കിൽ. അതുപോലെ തന്നെയാണ് 8ന്റെ ഡിവിസിബിൾ ടെസ്റ്റ് നോക്കുന്നതാണെങ്കിൽ 8, 16, 24 അത് 3 അക്കം. അത് ആദ്യത്തെ ഒക്കെ ഇങ്ങനെ പരീക്ഷ നോക്കാനേ പറ്റുള്ളൂ, ഹരിച്ചു നോക്കാൻ. ഇനി വലിയൊരു സംഖ്യ വരുവാണെങ്കിൽ 5124. അപ്പൊ ഇവിടെ 8 2:1 ആണ് 2, 2:2 ആണ് 4, 2:3 ആണ് 8. അതായത് ഇങ്ങനെ എഴുതുക റേസ് ടു അഥവാ 2.1, 2.2, 2.3, 2⁻³ എന്ന് പറഞ്ഞാൽ ദിസ് ഈസ് an exponential number. എക്സ്പോണൻഷ്യൽ നമ്പർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരേ സംഖ്യ തന്നെ എത്ര പ്രാവശ്യം എഴുതി ഗുണിക്കുന്നു എന്നതിനെ ചുരുക്കി എഴുതുന്നതാണ് 2⁻³ മൾട്ടിപ്ലൈ 2 3 times, 2⁻³, 2⁻4 മൾട്ടിപ്ലൈ 2 4 times. അപ്പൊ 2നെ 4 പ്രാവശ്യം എഴുതി കൊടുത്ത സമയം 2.4 എഴുതി. അപ്പൊ ഇവിടെ ഈ ഘാതം എത്രയാണോ അത്രയും ഡിജിറ്റ്സ് നോക്കണം. അപ്പൊ 8 കൊണ്ട് പൂർണ്ണമായിട്ട് ഹരിക്കണമെങ്കിൽ 3 ഡിജിറ്റ്സ് എടുത്തിട്ട് ഇത് 8ന്റെ മൾട്ടിപ്പിൾ ആണെന്ന് നോക്കണം. ഇവിടെ നോക്കിയാൽ മതി, കാണാൻ പഠിച്ചില്ലെങ്കിൽ നിങ്ങൾ ഇവിടെ ഹരിച്ചു നോക്കിയാൽ മതി. 1 8, ഇഷ്ടം 4, 44, 8ന്റെ പട്ടിക ഇല്ല. 8 40, 48. അപ്പൊ ഇത് 28 ആണെങ്കിലേ ഹരിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ലാസ്റ്റ് 3 ഡിജിറ്റ്സ് മൊത്തം എടുത്തിട്ട് അതിനെ 8 കൊണ്ട് ഹരിച്ചു നോക്കിയാൽ മതി. അപ്പൊ 8ന്റെ മൾട്ടിപ്പിൾ ആണ് കിട്ടും. അപ്പൊ നമ്മൾ ഏതിന്റെയൊക്കെ മൾട്ടിപ്പിൾ ഗുണനാണെന്ന് പരിശോധിക്കാൻ കണ്ടുപിടിച്ചു. 2, 3, 4, 8. അതിന്റെ ഡിവിസിബിലിറ്റി ടെസ്റ്റുകൾ നമ്മൾ കണ്ടു. നൗ 5. 5ന്റെ മൾട്ടിപ്പിൾ സംഖ്യ വളരെ എളുപ്പമാണ് കണ്ടുപിടിക്കാൻ. എന്താണ്? ഏത് 5ന്റെ മൾട്ടിപ്പിളിന്റെ ലാസ്റ്റ് ഡിജിറ്റ് 5 and 0, 5 or 0, 5 അല്ലെങ്കിൽ 0. അത് യാതൊരു ബുദ്ധിമുട്ടും എല്ലാവർക്കും അറിയാം. അവസാനത്തെ അക്ക 5 അല്ലെങ്കിൽ 0 ആണെങ്കിൽ 5ന്റെ ഗുണിതമാണ്. അടുത്ത 6ന്റെ 6, 12, 18. ഈ 6 എന്ന് പറയുന്നത് എന്താണ്? 2 × 3 ആണ്.
അപ്പൊ 2ന്റെ ഡിവിസിബിലിറ്റി ടെസ്റ്റും 3ന്റെ ഡിവിസിബിലിറ്റി ടെസ്റ്റും രണ്ടും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ, രണ്ടും ഇതിനകത്ത് ചെയ്യാൻ കഴിയുമെങ്കിൽ നമുക്ക് ഏത് വലിയ സംഖ്യയെയും ഏത് 6ന്റെ മൾട്ടിപ്പിൾ എന്ന് പറയാം. 2ന്റെ ഡിവിസിബിലിറ്റി എന്താണ്? ഓൾ ഷുഡ് ബി ഈവൻ നമ്പേഴ്സ്, എല്ലാം ഇരട്ട സംഖ്യകളാണ്. 3ന്റെ എന്താണ്? സം ഓഫ് ദ ഡിജിറ്റ്സ്. അപ്പൊ ഒരു വലിയ സംഖ്യ നോക്കാം, 618. 6ന്റെ മൾട്ടിപ്പിൾ ആണെന്ന് നോക്കണം. എന്ത് ചെയ്യണം? ഈവൻ നമ്പർ ആണ്, 2ന്റെ മൾട്ടിപ്പിൾ ആണ്. ഇനി കൂട്ടി നോക്കാം. 6 1 7 8 15. 6 1 7 7 8 15. 15 3ന്റെ മൾട്ടിപ്പിൾ ആണ്. അപ്പൊ 618 എന്ന് പറയുന്നത് 6ന്റെയും മൾട്ടിപ്പിൾ ആണ്. അപ്പൊ ഏത് സംഖ്യയുടെയും മൾട്ടിപ്പിൾ 6ന്റെ മൾട്ടിപ്പിൾ ആണെന്ന് അറിയാൻ വേണ്ടിയിട്ട് 2ന്റെയും 3ന്റെയും ഡിവിസിബിലിറ്റി ടെസ്റ്റ് ഇതിന് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെന്ന് നോക്കിയാണ്. ഇനി അടുത്തത് 7. 7 14 21 28 അങ്ങനെ പോയി വലിയ ഒരു സംഖ്യ വന്നെന്ന് വിചാരിക്കുക. അപ്പൊ നമുക്കറിയാം 7നെ 3 പ്രാവശ്യം വിളിച്ചാൽ എത്ര വരും? 7 49. വീണ്ടും 7 കൊണ്ടുവന്ന് വിളിക്കണം. 7 63. ഇഷ്ട 6 28 6 34. ഈ 343 7ന്റെ മൾട്ടിപ്പിൾ ആണോ എന്ന് ഗുണനപ്പട്ടിക നമ്മളെ കുറിച്ച് നോക്കാതെ പരിശോധിക്കാൻ ഒരു മാർഗം പറയണം. എന്താണ്? അതിന്റെ ലാസ്റ്റ് ഡിജിറ്റ് അതിനെ 2 കൊണ്ട് ഗുണിച്ചു. എത്ര കിട്ടി? 6 കിട്ടി. ബാക്കിയുള്ള സംഖ്യ 34. ലാസ്റ്റ് ഡിജിറ്റ് ഒഴിച്ച് ബാക്കിയുള്ള സംഖ്യ 34. ആ 34ൽ നിന്ന് ഇപ്പൊ നമ്മൾ 2 കൊണ്ട് ഗുണിച്ചതിനെ കുറച്ചു. അപ്പൊ എത്ര കിട്ടി? 28. 28 ഇതിന്റെ ഗുണനപ്പട്ടികയിൽ ഉണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ ഈ സംഖ്യയെ 7 കൊണ്ട് ഹരിക്കാവുന്നതെന്ന് അറിയാം. അപ്പൊ ഡിവിസിബിലിറ്റി ടെസ്റ്റ് എന്താണ്? ലാസ്റ്റ് ഡിജിറ്റ് എടുക്കുക. അത് 3 സംഖ്യ വരെയൊക്കെ ചെക്ക് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. നമുക്ക് അതുപോലെ വലിയ സംഖ്യകളൊന്നും കൊച്ചുകുട്ടികൾക്ക് പഠിക്കേണ്ട ആവശ്യം വരികയില്ല. അപ്പൊ ലാസ്റ്റ് ഡിജിറ്റ് എടുക്കുക, അതിനെ 2 കൊണ്ട് ഗുണിക്കുക, റെസ്റ്റ് ഓഫ് ദ നമ്പറിൽ നിന്ന് അത് കുറയ്ക്കുക. അപ്പൊ ഇതിന്റെ മൾട്ടിപ്പിൾ ആണോ എന്ന് നോക്കുക. 7ന്റെ 8നെ നമ്മൾ കണ്ടു. ഇനി 9ന്റെ പട്ടികകൾ നോക്കാം. 9 18 27 36 45. ഇവിടെ നമുക്ക് എന്ത് കാണാം? സം ഓഫ് ദ ഡിജിറ്റ്സ് കൂട്ടിയാൽ എന്ത് കിട്ടും? 7 2 9 6 3 9 4 5 9. ഈ 9 തന്നെ കിട്ടും. ഇനി വലിയ സംഖ്യ നോക്കിയാലോ? 9നെ ഒരു 4 പ്രാവശ്യം എഴുതി കുറിച്ച് നോക്കാം. അപ്പൊ ഇത് 9ന്റെ മൾട്ടിപ്പിളാണ് പോലെ ഇങ്ങനെ കിട്ടുന്നത്. അപ്പൊ 9 9 81. 81 ഗുണം 9 ഗുണം 9. ഇതൊന്നും പറഞ്ഞു. 9 1 9. 9 8 72 ഗുണം 9. 9 9 81. 8 9 2 18 8 26. 9 7 63 2 65. 6561. ഈ 6561 സംഖ്യകളുള്ള അതിനകത്ത് ഡിജിറ്റ്സ് കൂട്ടി നോക്കി 6 1 7 7 5 12 12 6 18. 18 9ന്റെ മൾട്ടിപ്പിളിലുണ്ട്. അപ്പൊ ഏത് വലിയ സംഖ്യ ആണെങ്കിലും 9 കൊണ്ട് ഹരിക്കാമെന്ന് അറിയാനുള്ള എളുപ്പമാർഗം എന്താണ്? ആഡ് ദ സം ഓഫ് ദ ഡിജിറ്റ്സ് ആൻഡ് ചെക്ക് വെദർ ഇറ്റ് ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 9. 9ന്റെ ആ വലിയ സംഖ്യയിലെ അക്കങ്ങളുടെ തുക 9ന്റെ ഒരു ഗുണിതമാണോ എന്ന് പരിശോധിച്ചു നോക്കുക. 10ന്റെ ആണെങ്കിലോ 10ന്റെ മൾട്ടിപ്പിൾസ് 10 20 30. അതിന് ബുദ്ധിമുട്ടില്ല, എല്ലാത്തിന്റെ ലാസ്റ്റ് ഡിജിറ്റ് 0 ആണ്. ഇനി 11 22 33 44. അങ്ങനെ പോയാല് ഇനി വലിയ സംഖ്യകൾ നോക്കാം. 11 ഒരു 2 പ്രാവശ്യം ഗുണിച്ചു നോക്കാം. 121. 3 പ്രാവശ്യം ഗുണിച്ചു നോക്കാം. 121 ഗുണം 11 എത്ര കിട്ടും? 11 11. അതിന് 22 23. 12 15. അല്ല 12 13.
ഇവിടെ ഈ വലിയ സംഖ്യകൾ മാത്രമേ, ഇതൊക്കെ നമുക്ക് 11, 99 വരെ എന്നൊക്കെ അറിയാം. ഇത് കണ്ടോ, എന്താണ് 1, 1, 2, ഇത് 1, 3, 4. ഓൾട്ടർനേറ്റ് ഡിജിറ്റ്സ് കൂട്ടി നോക്കുക. 1, 1, 2 അത് മറ്റേതിനോട് തുല്യമായിരിക്കും. ഓൾട്ടർനേറ്റ് ഡിജിറ്റ്സ് 1, 3, 4 അതായത് ഇടവിട്ടുള്ള അക്കങ്ങളുടെ തുക തുല്യമാണെങ്കിൽ അത് ശരിയാവുമോ? നമുക്ക് ഒന്നും കൂടെ വേണമെങ്കിൽ വിളിച്ചു നോക്കാം. 1331 ഗുണം 11 എത്ര വരും? 1, 3, 3, 1 ഒന്നൂടെ 1, 3, 3, 1 3, 1, 4 3, 3, 6 3, 1, 4. ഇവിടെ നമുക്ക് നോക്കാം ഇടവിട്ടുള്ള അക്കങ്ങള് എത്ര വരും? 1, 6, 7 7, 1, 8 4, 4, 8 അവിടെ ശരിയാകുന്നുണ്ട്. അപ്പൊ എന്താണ് 11 കൊണ്ട് ഹരിക്കാമെന്ന് അറിയുന്നതിനുള്ള എളുപ്പ വഴി എന്താണ്? The sum of the digits, sum of the alternate digits comes equal. അതായത് ഇടവിട്ടുള്ള അക്കങ്ങൾ രണ്ടായിട്ട് കൂട്ടുമ്പോൾ അത് രണ്ടും ഒരുപോലെ ആവുകയാണെങ്കിൽ അത് 11ന്റെ ഗുണിതമായിരിക്കും. ഇനി 12ന്റെ ഗുണിതം, ഇനി അങ്ങനെ മുമ്പോട്ട് പോകുമ്പോൾ 12ന്റെ ഗുണിതം ആണെങ്കിൽ 12 എന്ന് പറയുന്നത് ഇതിന്റെയൊക്കെ മൾട്ടിപ്പിൾസ് ആണ് 4ന്റെയും 3ന്റെയും. അപ്പൊ 4ന്റെയും 3ന്റെയും ഡിവിസിബിലിറ്റി ടെസ്റ്റ് നോക്കിയാൽ മതി. 4 കൊണ്ട് 3 കൊണ്ട് ഹരിക്കാമെങ്കിൽ 12 കൊണ്ട് ഹരിക്കാം. ആ രീതിയിലൊക്കെ എടുത്താൽ മതി. അപ്പൊ തൽക്കാലം നമുക്ക് 12 വരെയുള്ളത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അടുത്ത ക്ലാസ്സിൽ നമുക്ക് സാധാരണ ഗുണിതം, ലഘുതമ സാധാരണ ഗുണിതം, അതിനുശേഷം ഘടകങ്ങളാക്കൽ, പിന്നെ HCF, LCM, പിന്നെ അഡീഷൻ ഓഫ് ഫ്രാക്ഷൻസ്, പിന്നെ ഫ്രാക്ഷൻസ്, അസെൻഡിങ് ഓർഡർ, ഡിസെൻഡിങ് ഓർഡർ, ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ അടുത്ത ക്ലാസ്സിൽ പഠിക്കാം.